Hello everyone, welcome to my uh, second ever video review of a movie on my channel. ഒരുപാട് ഷോർട്സൊക്കെ ഇതുവരെ ഇട്ടിട്ടുണ്ട്. ഷോർട്സൊക്കെ സാധാരണ ഞാൻ അപ്ലോഡ് ചെയ്തിടാറുണ്ട്. കുറച്ച് നാളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഐ തിങ്ക് യു വിൽ ബി ഇൻട്രസ്റ്റഡ്. അപ്പോൾ എൻ്റെ സെൽഫ് പ്രൊമോഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതായത് ഈ സിനിമ എനിക്ക് തന്ന എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഞാൻ സാധാരണ റിവ്യൂവേഴ്സ് പറയുന്ന പോലെ ഒരുപാട് റീസേർച്ചോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്ത് വലിയ മെസ്സേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല സിനിമകൾ തരുന്ന. എനിക്ക് തോന്നുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാനും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിവേ, അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതൊരു നല്ല സിനിമയാണ്. എല്ലാവരും ഒരു ഫൺ മൂഡിൽ കണ്ട് മറക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, നല്ലൊരു സിനിമ. പക്ഷേ ഇതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫൺ മൂഡിലുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം നമുക്ക് ഒരു ഇമോഷണലി ഇൻവോൾവ് ആവുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്, ഓക്കെ, എല്ലാം ഉണ്ട്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിപ്പോൾ സൂപ്പറായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് ഓർത്തു വയ്ക്കാനുള്ള സാധനങ്ങളില്ല. കാണുമ്പോൾ ഒരുപാട് ചിരിക്കാനും വിഷമിക്കും. നമ്മൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ആ സാധനങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ഇമോഷൻസേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ആ സിനിമകൾ ഉള്ളിലിട്ട് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന ചില സിനിമകൾ അങ്ങനെയാണ് ഒരുപാട്. പക്ഷേ എന്നാൽ അത് അങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അതെന്ത് പെർഫെക്റ്റ് ആയിരുന്നു, അങ്ങനെ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം അങ്ങനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാനോ ഒന്നും തോന്നത്തില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചെന്ന് ഞാൻ പറയില്ല. എപ്പോൾ ചിരിക്കണമെന്ന് തോന്നിയാലും ഇന്ന് കണ്ടു കഴിഞ്ഞാൽ പല കോമഡികളും ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യുന്ന മൂവീസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ഡിവിഷൻ ഓഫ് മൂവീസാണ്. ഇപ്പോൾ വേറൊരു സിനിമ ഇതേ മൂഡിലുള്ളത് പറയുകയാണെങ്കിൽ അടികപ്പേര കൂട്ടമണി, ഇതുപോലെയുള്ള കുറേ കോമഡിയും അങ്ങനെയുള്ള വലിയ ചിന്തിപ്പിക്കുന്ന സ്ക്രിപ്റ്റും അങ്ങനെയുള്ള സിനിമയൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള സിനിമ എല്ലാ സിനിമയും അങ്ങനെ ആയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സിനിമയും അല്ല ഇത്. ഇപ്പോൾ അടികപ്പേര കാണുമ്പോൾ നമ്മൾ ചിരിച്ചിരിച്ച് വയറുവേദന എടുക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ വിനീതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളിൽ കണ്ടപ്പോൾ രണ്ടും ഒരേപോലെ. ഇപ്പോൾ ഹൃദയവും കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ ആ സിനിമ കണ്ടതിന് ശേഷം ഇപ്പോൾ പണ്ട് വന്ദനമാണെന്ന് തോന്നുന്നു, വന്ദനം കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ളത് അവരെ ആ വണ്ടിയിലിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി എൻഡിങ്. അതിപ്പോൾ അവർ രണ്ട് വഴിക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അതങ്ങനെ പാടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ വിനീതിൻ്റെ ഒരു പടം കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും അതെന്ത് പെർഫെക്റ്റ് എൻഡിങ് ആണ് എന്ന് തോന്നി. ആ എൻഡിങ് നമ്മൾ ഒരുപാടിട്ട് ചിന്തിച്ച് കൂട്ടി, നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് സിനിമ കണ്ടതിന് ശേഷം പിന്നെയും മനസ്സിലിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഇത്. അങ്ങനെ തോന്നുന്ന എക്സ്പീരിയൻസുകൾ ബാക്ക് ടു ബാക്ക് 2 പ്രാവശ്യം തന്നത് അത് വിനീതിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് പുള്ളിയുടെ ബാക്കിയുള്ള ഫിലിമോഗ്രാഫി തട്ടം, അതുപോലെ തന്നെ ഈ എന്താ പേര് കാണുന്നുണ്ടെന്നല്ല, തിരയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിര പിന്നെ ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെന്ന് കേൾക്കുന്നുണ്ട്, കാണണമെന്നുണ്ട്.
കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒപ്പീനിയൻ പറയാം. അത് പഴയതാണെന്നറിയാം. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഒരു പ്രാവശ്യം എന്നല്ല, ഒരുപാട് പ്രാവശ്യം കാണാനുള്ള സാധനമുണ്ട്. പക്ഷെ കാണുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം ഓർക്കാനൊന്നുമില്ല. ഇപ്പം ഈ ഹൃദയവും വർഷങ്ങൾക്ക് ശേഷം അങ്ങനെയല്ല. ഇത് കേട്ട് കഴിഞ്ഞ് പിന്നെ ഈ ജ്ഞാപകം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പം ആ സിനിമയുടെ സീൻ ഓർമ്മ വരും. അങ്ങനെയുള്ള സാധനമാണ്. ഇപ്പം ഇതിൻ്റെ സോങ്സും മോസ്റ്റ്ലി അൺറിമാർക്കബിൾ. സോങ്സ് പ്രത്യേകിച്ച് ഒരു അൺറിമാർക്കബിൾ ഡിസിഷൻ ഉണ്ടെങ്കിൽ അത് സോങ്സ് ആയിരിക്കും. ഇപ്പോൾ അധികം തങ്ങി നിൽക്കുന്ന പോലത്തെ. ഇനിയിപ്പോൾ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നീല നിലവയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും അത്രയേ ഉള്ളൂ. വലിയ തങ്ങി നിൽക്കുന്ന ഇത് ഇന്ന സിനിമയിലാണെന്നൊന്നും എടുത്തു വെച്ച് പറയാനൊന്നും. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. വെരി ഗുഡ് സിനിമ. പക്ഷേ ഒരു മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലുള്ള ഫീൽ ഗുഡ് സിനിമയൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഹോം കോം. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇതുണ്ടായി. ഒന്നും മൈൻഡിൽ വെക്കണ്ട, നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് കാണുക. ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ പൊളിക്കും. അത് സൂപ്പറാണ്. അപ്പോൾ എവരി വൺ അത് കാണാൻ. OTTയിൽ റിലീസായിട്ടുണ്ട്. തിയേറ്ററിൽ മിസ് ചെയ്തത് തിയേറ്ററിൽ അത്രയും പേര് ഇരുന്ന് ഒരുമിച്ച് ഇരിക്കുന്നത് ഒരു ഫീൽ തന്നെയാണ്. മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ മിസ് ചെയ്തു പോയി. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ മിസ് ചെയ്തത് ശരിയാണ്. പക്ഷെ മിസ്സായി പോയവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി പോയി എന്നെനിക്കറിയാം. പക്ഷേ OTTയിൽ കാണണ്ടേ, കൊള്ളൂലേ, കൊള്ളാമോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ അടിക്കുന്നത്. പോയി ധൈര്യമായിട്ട് പോയി കണ്ടു. സൂപ്പറായി. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ വർഷങ്ങൾക്ക് ശേഷത്തെക്കുറിച്ച് ഗഷ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് കുറച്ച് നാളുകളായിട്ട് ഹാങ് ഓവറാണ്. അത് തിയേറ്ററിൽ വെച്ച് മിസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ബോറായിപ്പോയേനെ. മിസ് ചെയ്തില്ല, ഭാഗ്യം. ഓടിപ്പിടിച്ച് പോയി കണ്ടു. ഇതെന്തിനു ഞാൻ ഇവിടെ പറഞ്ഞു. എന്തായാലും ഇതും കൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ